എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ മക്കളുടെ ആഗ്രഹപ്രകാരം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഷവർമ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം നമ്മൾ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പകുതി എടുത്ത് വെക്കാറുള്ളൂ. പകുതി എടുത്ത് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കുക ചെയ്യണേ. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ അത് നമ്മൾ ചില്ലി ചിക്കനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യണേ. എന്താണോ അപ്പോൾ നമ്മൾ ഇതൊന്നും റെഡിയാക്കാൻ പോവാട്ടോ. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ഒക്കെയാണ് മുളക് പൊടി, ഉപ്പുപൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ കുറച്ച് ജീരകം പൊടിച്ചതാണത്, പിന്നെ ഗരം മസാലയും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി എല്ലാവരും ഇടുന്നതും കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഇത്ര ഐറ്റംസ് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കൂട്ടി പെരട്ടാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓരോ ചിക്കൻ പീസ് എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വിനാഗിരി ഒഴിക്കണം. അപ്പോൾ വിനാഗിരി ഒഴിക്കണം. തന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, അലമ്പുണ്ടാക്കല്ലേടൂ. അപ്പോൾ ഇതേ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് മുഴുവൻ എടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഫുള്ള് നമുക്ക് മിക്സ് ചെയ്ത് പറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു സന്തോഷം ഭയങ്കര കേട്ടോ, അല്ലേ കുഞ്ഞപ്പ? പറയാനില്ല. കുഞ്ഞപ്പൻ്റെ ഒക്കെ ഇതിനൊക്കെ പോകാനും വാങ്ങിക്കാൻ പോകാനും വേറെ എന്ത് പറഞ്ഞു തന്നേക്കാനും ഹാപ്പിയാണ്. ഈ ചിക്കൻ പോലുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്നത്. ചിക്കനോ ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടാൽ ഭയങ്കര സന്തോഷമായിട്ട് പോയി വാങ്ങിച്ചു തരും. അപ്പോൾ നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് ബാക്കി വേണ്ട ഐറ്റംസുകളൊക്കെ റെഡിയാക്കി എടുക്കാം. അതേ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടിടുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ എഗ്ഗ് അവിടെ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ നമ്മുടെ മക്കളുണ്ടോ ഇത് അരിഞ്ഞു വെച്ചത്, വാവയാണ് അരിഞ്ഞു വെച്ചത്. പിന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു തിരക്കിൻ്റെ ഭാഗമായിട്ട് ഇത് വേഗം കുരുന്ന് ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കണതാണ് കാണുന്നത്. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണതാണ്. ബാക്കി എന്ത് പണി പറഞ്ഞാലും ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാനായിട്ട് 4 പേരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഒരാൾ നിൽപ്പുണ്ട്, നമ്മുടെ കുഞ്ഞപ്പൻ. പിന്നെ നമ്മുടെ ഫാമിലി, നമുക്ക് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ആദ്യം നമ്മുടെ കുടുംബത്തിലെ വിശേഷങ്ങളൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ ഒരു വലിയ കുടുംബമാണ്. എനിക്ക് 4 കുട്ടികളാണ്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഇന്നത്തെ മൂത്ത ആൾ ഇപ്പം BBA LLB പഠിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ആൾ 10th-ലാണ്. മൂന്നാമത്തെ ആൾ നമ്മുടെ കുഞ്ഞപ്പൻ, അയാളാണ് കേട്ടോ ഇപ്പോൾ വീഡിയോഗ്രാഫർ. മിക്കവാറും അയാളാണ് വീഡിയോഗ്രാഫറായിട്ട് നിൽക്കാറ്. പിന്നെ ആ കുഞ്ഞപ്പൻ പഠിക്കുന്നത് 8th-ലാണ്. പിന്നെ ഇളയവൾ കാരാമ്പാറ്റയുണ്ട്, ഒരു പെൺകുച്ച്, അവൾ 4th-ലാണ്. അപ്പോൾ അതാണ് നമ്മുടെ കുടുംബത്തിൽ. രജീഷേട്ടൻ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും പറയാറുണ്ട് രജീഷേട്ടൻ. ഹസ്ബൻഡിൻ്റെ പേര് രജീഷ് എന്നാണ്. രജീഷേട്ടാണ് വിളിക്കണേ. അപ്പോൾ രജീഷേട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യണേ. ഞാനാണെങ്കിൽ ഫാമിലാണ് വർക്ക് ചെയ്യണേ. ഓരോരുത്തരും കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കിച്ചണിൽ മാത്രമല്ല, ഓൾറൗണ്ടറായിട്ട് ഇവിടെ എല്ലാ പെയിൻറ്റിങ് വരെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ പണികളും ഞാൻ, വീട്ടിലുള്ള എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ പണികൾ. ഇപ്പം നമ്മൾ വീട്ടിലുള്ള എല്ലാ പണികളും ഇന്നതൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, കിട്ടണതൊക്കെ ചെയ്യും. എല്ലാ പണികളും ഞാൻ ചെയ്യും, അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ ഇന്ന് മക്കളുടെ ഒരു കൊതി പ്രമാണിച്ച് നമ്മൾ ഷവർമ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളരിഞ്ഞ് ഇതൊരു കുരുകുരുന്ന് അരിയണമല്ലോ. അപ്പോൾ കുരുകുരുന്ന് അരിയാം കേട്ടോ. കുനുകുനാന്നരിയാം അല്ലേ കഞ്ചപ്പാ? കഞ്ചപ്പനാ എടാ, നാക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉളുക്കി വീണതാണ്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും, ക്ഷമിക്കും മക്കളെ. ഇന്നത്തെ ഷവർമ്മയ്ക്ക് അങ്ങനെ ഷവർമ്മ എന്ന് പറയണ്ടായി. എപ്പോഴൊക്കെയോ കേൾക്കും.
എപ്പോഴും കേൾക്കണില്ലല്ലോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് മാറ്റാം. അങ്ങനെ എന്താ മാജിക്കൊന്നും അല്ല, പെട്ടെന്ന് സ്വിച്ച് മാവാനായിട്ട് ഓടിക്കൂട്ടോ. എന്റെ ഫ്രണ്ടിന് എന്നിട്ടാ പോസ് ഇട്ട. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മൾ എടുക്കുള്ളൂ, ഉണ്ണി നമ്മൾ എടുക്കില്ല കേട്ടോ. അപ്പോൾ മയണൈസിന് വേണ്ടിയിട്ടുള്ള ഉണ്ണി നീ കഴിച്ചോ. മുഴുവൻ നീ കഴിക്കാൻ പോവാ. കപക്കെട്ടരോട്ടാ ഇല്ലേ? കപക്കെട്ടരില്ലേ? എല്ലാത്തിനും കപക്കെട്ടാണ് മോനെ. കുഞ്ചപ്പനും മണി കഴിച്ചോ. ഉണ്ണീനെ എടുക്കില്ല, നമ്മൾ മുള്ള മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കണേ. ഉണ്ണിയെ എടുക്കില്ല. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടു. പിന്നെ ഒരു 2 സ്പൂൺ ചൊറുക്ക ഒഴിക്കാം. 2 സ്പൂൺ വേണ്ട, 1 സ്പൂൺ മതി. 1 സ്പൂൺ ചൊറുക്ക. നമ്മൾ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഒക്കെ ചൊറുക്ക ഒഴിക്കുന്നത്. പിന്നെ നമ്മളിടുന്നത് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഒരു 3 സ്പൂൺ ഇട്ടേക്കാം. നമുക്ക് 5 മുട്ടയുള്ളതുകൊണ്ടേ സാധാരണ 3 മുട്ടയിൽ 2 സ്പൂൺ ഒഴിക്കാറ്. അത് നമ്മളിതിനകത്ത് ഒരു ഇതുപോലെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇടാം. നമുക്ക് 2 വെളുത്തുള്ളി ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല മയണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാം സെറ്റാണ് കേട്ടോ. ഞാനത് കൈയിട്ട് ഇതാർക്കും വേണ്ട, വയലോട്ട് വെച്ചിടാം. കുരുകുരുന്ന് അങ്ങനെ പൊടിച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ചൂടുണ്ട്, ചൂടാറിയിട്ടില്ല. അപ്പോൾ നമ്മളിതെല്ലാം ചിക്കൻ കുരുകുരുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കുംബർ വേണം അല്ലേ? അപ്പോൾ നമുക്ക് കുക്കുംബറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിട്ടോ. നമ്മൾ കുക്കുംബർ സോറി കേട്ടോ, മാറി പോയതാണ്. നമുക്ക് കുബൂസ് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയിട്ട് വരാം. ഞാൻ ഒരു പാക്കറ്റ് കുബൂസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുബൂസിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാവെടുത്ത് ഇങ്ങനെ ഇതാക്കി വെച്ചത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാം. ഒരു കുബൂസിന് ഇതായിട്ട് പിച്ചി പോകണം. അപ്പോൾ ഞാനൊരു വീട്ടിലുണ്ടാക്കിയ കുബൂസാട്ടോ. മാവിൽ കുറച്ച് വെള്ളം കുടിക്കുക, അതുകൊണ്ട് ഷേപ്പ്ലെസ് ആയിട്ടുള്ള കുബൂസാണത്. ഇത് നമ്മുടെ ഹോംലി ഇതാണ്. അത് നമുക്ക് ഇതൊന്ന് നമ്മുടെ ഇതൊരു ഹോംലി കുക്കുമ്പറാണ്. നമുക്ക് തികഞ്ഞില്ല കുബൂസ് വീട്ടിൽ പറയും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ എങ്ങനെ ആവുന്ന അറിയില്ല, ഫ്ലോപ്പ് ആവില്ല. എന്നാലും ചിക്കനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആയിരിക്കും അല്ലേ? നോക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 2 മണിക്കൂറൊക്കെ കുഴച്ച് വെക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് 2 മണിക്കൂറൊന്നും കുഴച്ചില്ല, ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ട്. ഒരു പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് വരുമായിരിക്കും ചിലപ്പോൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മൾ സാധാരണ നമ്മൾ കുബൂസ് നമ്മളിങ്ങനെ ഒരു എന്ത് പേപ്പറാ, ഓയിലിംഗ് പേപ്പറാ, ഒരു ബട്ടർ പേപ്പർ പോലത്തെ ഒരു സംഭവത്തിലാണല്ലോ സാധാരണ എടുക്കുന്നത്. അപ്പം നമുക്കിത് പ്ലേറ്റഡ് ഷവർമ ആക്കാം നമുക്കിന്ന്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം.
തിക്നെസ് ആയിട്ട് ആദ്യം നമുക്ക് മയോണൈസ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ് ഷവർമ പ്ലേറ്റിലോട്ട് പകർത്തി വെക്കാം. അപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങളെയൊക്കെ ഒന്ന് വിളിക്കും. നമുക്കിതെല്ലാം കൂടി എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം അല്ലേ. അതുകൊണ്ട് നമുക്ക് പോയി നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് വിളിക്കാം. അപ്പോൾ ഒക്കെ പോയി കിടന്ന് ഉറങ്ങിയേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. വാ ഇല്ല കാണുന്നുണ്ടോ നമ്മുടെ ഷവർമയുടെ പ്ലേറ്റൊക്കെ? ആനന്ദ ഒരു ഡാൻസസ് കളിച്ചുകൂടെ? കഴിക്കണേന്റെ തിരക്കിലായിട്ടോ. ഇനിയിപ്പോ ഒരു പരിപാടി ഒരു കോമഡി ഇല്ല, അല്ലെങ്കിൽ കോമഡി ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് വായിക്കാൻ നേരത്തുള്ള കോമഡി ഉണ്ടാവുള്ളൂ, കഴിക്കാൻ നേരത്ത് കോമഡി ഒന്നും ഉണ്ടാവില്ല. സീരിയസ് ആയിട്ടുള്ള കഴിക്കലായിരിക്കും. പിന്നെ അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. ഇങ്ങനെ ഞാൻ തന്നെ ഇവിടെ തന്നെ റോൾ ചെയ്തെടുത്തു. ബാളു ഉറക്കത്തിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ ഇല്ലുണ്ട്. ഉറക്കത്തിൻ്റെ ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ ഉറക്കത്തിലാണ്. ക്യാമറ ഉള്ളതുകൊണ്ട് ആരും കൂടെ എടുക്കണില്ല കേട്ടോ. അപ്പൊ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വാവേ ഇങ്ങോട്ട് പാടോ. അടുക്കളയിൽ കഴിയുന്നുണ്ട് ഒരാൾ. എന്താണ് പറയണത്? ഉണ്ടാക്കാൻ വാങ്ങിക്കാൻ ഭയങ്കര സന്തോഷം വരും. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റും ഉണ്ടാവില്ല, ആളുകളും ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും ഈ പുള്ളിക്കാരി എന്തൊക്കെയോ ഒരു സോസ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട്? നല്ലതാണോ? അപ്പൊ നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.